മികച്ച ഭരണതന്ത്രജ്ഞനെ കൂടിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിലൂടെ നമുക്ക് നഷ്ടമാകുന്നത്. പി ആർ സുനിൽ ചേരുകയാണ്. പി ആർ സുനിൽ, നമ്മൾ നേരിട്ട് കണ്ടതാണ് എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണ നൈപുണ്യം എന്നത്. പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുമ്പോഴും ഒരു സൗമ്യ മുഖമായി നിന്നുകൊണ്ട് തന്നെ ഭരണതന്ത്രജ്ഞനായി മുന്നോട്ട് പോവുകയായിരുന്നില്ലേ അദ്ദേഹം? നെഹ്റുവിയൻ നയങ്ങളായിരുന്നില്ല ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നയം. നെഹ്റുവിൽ നിന്ന് വളരെ വ്യത്യസ്തമായ തീരുമാനങ്ങൾ തന്നെയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് എടുത്തിട്ടുള്ളത്. ചേരിചേരാ നയത്തിൽ നിന്ന് മാറി കൂടുതൽ അമേരിക്ക അടക്കമുള്ള രാഷ്ട്രങ്ങളുമായി സൗഹൃദത്തിലേക്ക് നീങ്ങാനുള്ള തീരുമാനങ്ങളായിരുന്നു മൻമോഹൻ സിംഗിനെ മുന്നോട്ട് നയിച്ചത്. ഇന്ത്യ അമേരിക്ക ആണവ കരാർ അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു നീക്കം തന്നെയായിരുന്നു. അന്ന് വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റായിരുന്നു ആ തീരുമാനത്തിനെതിരെ ഉയർന്നു വന്നത്. കോൺഗ്രസിനകത്ത് പോലും വലിയ വിമർശനങ്ങൾ മൻമോഹൻ സിംഗിനെ കേൾക്കേണ്ടി വന്നു. അന്ന് ഇടതുപക്ഷ പാർട്ടികളുടെ പിന്തുണയിൽ നിലനിൽക്കുന്ന സർക്കാർ ഇടതുപക്ഷം പിന്തുണ പിൻവലിച്ചാൽ സർക്കാർ താഴെ പോകും എന്ന ആശങ്കയായിരുന്നു. അങ്ങനെ സർക്കാർ താഴെ പോയാലും ഇന്ത്യ അമേരിക്ക ആണവ കരാറുമായി മുന്നോട്ട് പോകും എന്നതായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നിലപാട്. അങ്ങനെ ഡോക്ടർ മൻമോഹൻ സിംഗ് ആ നിലപാടുമായി മുന്നോട്ട് പോയി. ഏതായാലും അമേരിക്കയുമായി കൂടുതൽ അടുക്കാനും ഇന്ത്യൻ വാതിലുകൾ, നയതന്ത്ര വാതിലുകൾ കൂടുതൽ രാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ തുറന്നിടാനും കൂടുതൽ സൗഹൃദം ഉറപ്പിക്കാനും ഒക്കെ തന്നെ വളരെ നിർണായകമായ തീരുമാനം അതിലൂടെ ഡോക്ടർ മൻമോഹൻ സിംഗ് കൈക്കൊണ്ടു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഈ നയതന്ത്ര ബന്ധത്തിൻ്റെ കാര്യത്തിൽ 2008 മുംബൈ ഭീകരാക്രമണമായിരുന്നു. ഇന്ന് നമുക്കറിയാം ബാലാക്കോട്ടിലെ മിന്നലാക്രമണം ഒക്കെ തന്നെ വലിയ ചർച്ചയാകുന്ന, ദേശീയതയൊക്കെ തന്നെ ചർച്ചയാകുന്ന, പാകിസ്ഥാൻ മണ്ണിൽ മിന്നലാക്രമണം നടത്തുന്ന കാഴ്ചയും രാഷ്ട്രീയ സാഹചര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ദേശീയതലത്തിൽ ചർച്ച ചെയ്യുന്നതെങ്കിൽ 2008 വേണമെങ്കിൽ അന്ന് പാകിസ്ഥാനെ ആക്രമിക്കാൻ ഡോക്ടർ മൻമോഹൻ സിംഗിന് സാധിക്കുമായിരുന്നു. പക്ഷേ അതിന് പകരം പാകിസ്ഥാനെ ആഗോളതലത്തിൽ ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങളുമായി, നയതന്ത്ര നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു മൻമോഹൻ സിംഗിനെയാണ് അന്ന് കണ്ടത്. ഭീകരവാദത്തിൻ്റെ കേന്ദ്രമായി പാകിസ്ഥാൻ പ്രവർത്തിക്കുന്നു, ഭീകരവാദത്തിൻ്റെ ഉറവിടമായി പാകിസ്ഥാൻ പ്രവർത്തിക്കുന്നു എന്ന തരത്തിൽ ആഗോള രാഷ്ട്രങ്ങൾക്കിടയിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങളുമായി അന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് മുന്നോട്ട് പോയി. അങ്ങനെ ശൈലിയിലായാലും രീതിയിലായാലും ഒക്കെ തന്നെ മൻമോഹൻ സിംഗ് വളരെ വ്യത്യസ്തനായിരുന്നു. നയതന്ത്ര ബന്ധത്തിലടക്കം വളരെ ശ്രദ്ധേയമായ ഇത്തരത്തിൽ ഒരുപാട് നീക്കങ്ങൾ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ കാലത്തുണ്ടായിരുന്നു. ഇന്ത്യ കൂടുതൽ വിദേശ രാജ്യങ്ങളുമായി അടുക്കാനും സൗഹൃദ ബന്ധം സ്ഥാപിക്കാനും ഒക്കെയുള്ള വഴികൾ മൻമോഹൻ സിംഗ് തുറന്നിടുകയായിരുന്നു. തീർച്ചയായും പി ആർ സുനിൽ കൃത്യമായി വിലയിരുത്തിയതുപോലെ പ്രധാനമന്ത്രി പദത്തിൽ തുടർച്ചയായി 2 തവണ ഇരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് നമ്മോട് വിട പറയുകയാണ്. അദ്ദേഹത്തെ അനുസ്മരിക്കുകയാണ് നേതാക്കൾ.